എൻ്റെ പേര് ശശികുമാർ. ഞാൻ വലിയ കോഴിപ്പാടം ചിറ്റഞ്ചേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കേരള കർഷക സംരക്ഷണ അസോസിയേഷനിൽ ബന്ധപ്പെട്ട് 30 വർഷം ഈ പ്രശ്നങ്ങളായിട്ട്, ഫോറസ്റ്റിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഒരു ഇതും കിട്ടിയില്ല. ഞങ്ങൾ ഒരുപാട് കോടതി കയറി പൈസ മുടക്കി എല്ലാം ചെയ്തിട്ട് നമുക്ക് ഒരു ഗുണം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഫോറസ്റ്റുകാർ നമ്മൾക്ക് റബ്ബർ വെട്ടാൻ അനുവദിക്കുക, റബ്ബർ മരം മുറിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 1960 രജിസ്ട്രേഷൻ ചെയ്ത ഭൂമിയാണ്, എൻ്റെ മുത്തച്ഛന് കിട്ടിയാണ്. അതിൽ 1 ഏക്കർ 20 സെൻറ്റാണ് ഈ ഭാഗ ഭൂമി ഉള്ളത്. അതിൽ ഫോറസ്റ്റുകാർ അതിലെ 50 സെൻറ്റ് ഭൂമിയോളം അവർ കയ്യേറിയതാണ്. ഞങ്ങളുടെ ഭൂമി ഫോറസ്റ്റ് കയ്യേറിയതാണ്. എന്നിട്ട് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ കയ്യേറിയിട്ടില്ല. അതിൽ ഞങ്ങൾ റബ്ബർ വെച്ചു. അവർ പല പ്രാവശ്യം വന്ന് വലിച്ചു കളഞ്ഞു. ഞങ്ങൾ വീണ്ടും വെച്ചു. അത് വെട്ടാറായ ഇപ്പോൾ തുടങ്ങി ഞങ്ങൾ വെട്ടാൻ സമ്മതിക്കില്ല. പിന്നെ ഇപ്പോൾ അങ്ങനെ കുറേ വെട്ടി ഇപ്പോൾ വീണ്ടും മരം മുറിക്കുമെന്ന ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് 1972 പട്ടയം അനുവദിച്ചാണ് ആ ഭൂമിക്ക്. പട്ടയുള്ള ഭൂമിയാണ്, ആധാരമുണ്ട്, പട്ടയമുണ്ട്. നേരത്തെ കരം അടിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ ഫോറസ്റ്റുകാരൻ്റെ പ്രശ്നം കാരണം കരം അടയ്ക്കൽ ഇപ്പോൾ വില്ലേജിൽ നിന്ന് കരം എടുക്കണില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നെല്ല് കൊടുത്താൽ നെല്ലിൻ്റെ പൈസ നമുക്ക് സമയത്തിന് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരുപാട് ദുരിതത്തിലാണ് ഇപ്പോൾ നെൽകർഷകരായ ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. പിന്നെ കാട്ടുമൃഗങ്ങളുടെ ശല്യം, പന്നിയൊക്കെ കൃഷി നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആനുകൂല്യം കിട്ടില്ല. നമ്മുടെ വേർപ്പിൻ്റെ അധ്വാനത്തിന് ഒരു വിലയും ഇല്ല നമ്മൾ പണിയെടുക്കുന്നതിന്. ആ കാട്ടുമൃഗങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫോറസ്റ്റിൻ്റെ അവിടെ നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും, അവർ വന്ന് നോക്കിയിട്ട് നമുക്ക് തരുന്നതിനേക്കാളും കൂടുതൽ പൈസ അങ്ങോട്ട് ചിലവാക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഇരിക്കുന്നത്. ഇപ്പോൾ റബ്ബർ മരം മുറിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ കൃഷിക്കാർ, ആകെ 1 ഏക്കറയും 1/2 ഏക്കറയും ഭൂമിയുള്ള കൃഷിക്കാരാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് മരം മുറിക്കുന്നതിന് എന്ത് അടിസ്ഥാനത്തിലുള്ള ഒരു മരം മുറിക്കാൻ വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാണ്, 2015 ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ ഭൂമിയാണ്. അതിൻ്റെ തുടർ നടപടികൾ ഒന്നും ചെയ്തിട്ടില്ല ഫോറസ്റ്റ് ഇതുവരെയായിട്ടും. പിന്നെ അതിൻ്റെ തുടർ നടപടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്നും തയ്യാറായിട്ടില്ല. റവന്യൂക്കാർ തന്നെ എന്തെങ്കിലും തയ്യാറായി വന്നാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ഒരു ഇതും കണക്കാക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ആയതുകൊണ്ട് ഇതിന് എന്തെങ്കിലും പരിഹാരം സർക്കാർ തന്നെ ഇടപെട്ട് ഉണ്ടാകുന്നതാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും. ഞങ്ങൾ ചെറുകിട കൃഷിക്കാരാണ്. 1/2 ഏക്കറയും 1 ഏക്കറയും ഭൂമിയുള്ള കൃഷിക്കാരാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഇതും ചെയ്യില്ല. അപ്പോൾ ജോയിൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിൻ്റെ തുടർ നടപടികൾ ഇനി തുടർന്നിട്ട് ഞങ്ങൾക്ക് കുറേശ്ശെയുള്ള ഭൂമി ഞങ്ങൾക്ക് വിട്ടു തരണം. ഞങ്ങളുടെ ഫോറസ്റ്റുകാർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പിന്നെ ഭീഷണിയാണ് അവർ വന്നാൽ പറയുന്നത്. ഭീഷണി ഉള്ള സ്ഥലത്തിലാണ് അവർ നമ്മളുടെ അടുത്ത് വന്ന് പെരുമാറുന്നതും കാണിക്കുന്നതൊക്കെ. പിന്നെ 2008 അവർ വന്നു ചണ്ട കെട്ടാൻ വന്നു. ചണ്ട കെട്ടാൻ വന്നപ്പോൾ ഞങ്ങൾ തടഞ്ഞു. പക്ഷെ അവർ നല്ല ഫോഴ്സ് ആയിട്ടാണ് വന്നത്. അത് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ ചണ്ട കെട്ടിയിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെറുകിട കൃഷിക്കാർക്കൊന്നും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കേസിന് പോകാനും മറ്റൊന്നും ഞങ്ങളുടെ സാമ്പത്തികമായിട്ടൊന്നുമില്ല.